ഔട്ട്സ്പോക്കന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ആ സഹോദരിയുടെയും രണ്ട് പെൺമക്കളുടെയും ഒപ്പീസും മാത്രമേ ഫ്രീ ആക്കി കൊടുക്കാവൂ. ബാക്കി എല്ലാ ചടങ്ങുകൾക്കും കണക്ക് പറഞ്ഞ് കാശ് വാങ്ങണം. ഇപ്പോഴേ കിട്ടൂ, പിന്നീട് കിട്ടില്ല. എല്ലാ മരണങ്ങളും ദുഃഖകരം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ആ ട്രെയിനിന് മുന്നിൽ ആ അമ്മയും രണ്ട് പെൺമക്കളും കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് മരണത്തെ സ്വീകരിച്ചത് ഒരു തരത്തിലും മറക്കാൻ പറ്റുന്നില്ല. ആ കുട്ടികളുടെ മുഖം മനസ്സിലേക്ക് വരികയാണ്. സാധാരണഗതിയിൽ റെയിൽവേ പാളത്തിൽ തലവെച്ച് ട്രെയിൻ കാത്ത് ആത്മഹത്യക്ക് വേണ്ടി കിടക്കുന്നവർ ദൂരെ നിന്നും ഈ ട്രെയിൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒച്ച, പാളത്തിൽ ഉണ്ടാകുന്ന പ്രകമ്പനം, അത് അടുത്ത് വരുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഓട്ടോമാറ്റിക്കായി എഴുന്നേറ്റ് മാറും എന്നാണ് കരുതുന്നത്. ഇവിടെ ലോക്കോ പൈലറ്റ് പറയുന്നു ഭയങ്കരമാം വിധം ഹോൺ അടിച്ചിട്ടും അവർ മാറിയില്ല എന്നുള്ളത്. അവർ മയക്കുമരുന്ന് കഴിച്ചിട്ടല്ല അതിനു മുന്നിൽ ആ അമ്മയും രണ്ട് മക്കളും കെട്ടിപ്പിടിച്ചു നിന്നത്. ഒരു തരത്തിലും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് ആ മൂത്ത പെൺകുട്ടി മനസ്സിലാക്കി, ഇളയവളും മനസ്സിലാക്കി, അമ്മയ്ക്കൊപ്പം മരിക്കാൻ അവർ തീരുമാനമെടുത്തു. ഇതിൽ നമ്മൾക്കും പങ്കില്ലേ ആ മരണത്തിൽ? ഇപ്പൊ ഹൈന്ദവ സമുദായത്തെ മാറ്റി നിർത്തിയാൽ മുസ്ലിം സമുദായമായാലും ക്രിസ്ത്യൻ സമുദായമായാലും അവരുടെ പൊതുവായ സാമൂഹ്യ ജീവിതം സമീപത്തെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ക്രിസ്ത്യാനികൾക്ക് ഇടവക പള്ളികൾ, ആ പള്ളി അറിയാതെ ഒന്നും നടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും പള്ളി അറിഞ്ഞു തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ പള്ളി അറിയാതുള്ളൂ. ബാക്കിയെല്ലാം അറിയും, അറിയിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഏതാണ്ട് ഒരു 1-2 വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴയിൽ മനസ്സമ്മതം കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയും ആങ്ങളെയും അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു. കടബാധ്യതയായിരുന്നു. വിവാഹത്തിനുള്ള പണം സ്വരൂപിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആത്മഹത്യ ചെയ്തു. അവർക്ക് ഇടവക പള്ളി ഉണ്ടായിരുന്നല്ലോ, കുടുംബ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു, വികാരി അച്ഛനും സഹവികാരിയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവര് പള്ളിയിൽ വന്ന് അവരുടെ ഈ പ്രശ്നം പറയാതിരുന്നത്? ഒരു പ്രയോജനവും ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. ഏറി വന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തി കുറച്ച് ഉപദേശം കൂടെ കൊടുക്കും, അല്ലേ? ഇവിടെയും അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഒരു പള്ളിയിൽ എന്തുമാത്രം ചെറു ചെറു സംഘടനകളാണ്, സ്ത്രീകളുടേത്, കുട്ടികളുടേത്, പുരുഷന്മാരുടേത്, എല്ലാവരുടെയും കൂടെ ചേർന്നുള്ളത്. എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട്? ശരിക്കും പറഞ്ഞാല് ഈ കുടുംബ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പിരിവിനെ കുറച്ചുകൂടെ എളുപ്പമാക്കി മാറ്റാനായിട്ടാണ്. യൂണിറ്റ് അംഗങ്ങളെ അല്ലെങ്കിൽ ഇടവകയുടെ ആ ഭാഗത്തുള്ള അംഗങ്ങളെ അറിയിക്കാൻ യൂണിറ്റിന്റെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും പറഞ്ഞാൽ മതി. അവരുടെ കയ്യിൽ ലെറ്റർ കൊടുത്തു വിട്ടാൽ മതി. പണം തിരിച്ചു കൊടുത്തു വിടാനുള്ള കവർ കൊടുത്തു വിട്ടാൽ മതി. കൊടുക്കാത്തവരുടെ എണ്ണം ശേഖരിക്കാനും അവരുടെ നിന്ന് നിർബന്ധിച്ച് മേടിക്കാനും യൂണിറ്റ് ഉപയോഗപ്പെടുത്താം. അതിന്റെ അപ്പുറത്തേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് എന്ത് പ്രയോജനമാണ്? എന്തെങ്കിലും ഉണ്ടോ? ഇതിനൊക്കെ മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ടല്ലോ മാസത്തിലൊക്കെ, ഇല്ലേ? അവിടെ വന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, പ്രാർത്ഥിക്കും, ചായയും ബിസ്ക്കറ്റും കഴിക്കും, കുറച്ച് ചിരി വരാത്ത കുറച്ച് തമാശകൾ പറയും, അത് കേട്ട് എല്ലാവരും കൂടെ ചിരിക്കും, പോകും. ഇതല്ലേ സംഭവിക്കുന്നു. അല്ലാതെ സമുദായ അംഗങ്ങളോ സമുദായമോ ഇടവകയോ ഇടവക അംഗങ്ങളോ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആരെങ്കിലും പറയൂ? പറഞ്ഞാൽ അതിന് പിന്തുണ കിട്ടുമോ?
അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. നിങ്ങളിങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയല്ല വേണ്ടത്. ആവശ്യത്തിനായല്ലോ പോരെ. ഇപ്പോൾ കാരിത്താസുകാരുടെ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ അവർ പറയുന്നത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ ആ സ്ത്രീ എഴുന്നേറ്റ് വന്നിട്ട് കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറയില്ലല്ലോ ഇതല്ല നടന്ന സംഭവം, ഇല്ലല്ലോ. കാരിത്താസ് ഹോസ്പിറ്റലിൽ അവരവിടെ ചെന്നു, അവർ നേഴ്സിംഗ് പാസ്സായതിനു ശേഷം ഇത്രയും കാലം അവര് വിട്ടുനിന്നതായതുകൊണ്ട് അവരെ നേഴ്സായിട്ട് വെക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. അതിനും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സമുദായങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് പേടിച്ചിട്ട് ചിലപ്പോൾ വേണ്ടാന്ന് വിചാരിക്കാം. പക്ഷെ മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ കൊടുക്കാമല്ലോ, സാധിക്കില്ലേ? ഇതേ ഹോസ്പിറ്റലിന്റെ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന വൈദികനല്ലേ മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചതിൽ കേസുണ്ടായത്? അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ ഇല്ലേ? അതും എല്ലാം നിയമം നോക്കിയിട്ടാണോ നിങ്ങൾ ചെയ്തത്? പണ്ട് കാലങ്ങളിൽ സൈക്കിളും തള്ളിക്കൊണ്ട് ഇടവകയിലെ എല്ലാ വീടുകളും കയറി ഇറങ്ങിയിരുന്നു വൈദികര്, അല്ലേ? അന്നത്തെ കാലത്ത്. ഇന്നോ വാട്സപ്പിൽ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വരും. പോട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ആ ഇടവാങ്ങൾ പറയുന്ന അവരുടെ പ്രശ്നം ക്ഷമാപൂർവം എത്ര പേര് കേൾക്കും? മറ്റെന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ട് രൂപതാ മെത്രാനെ എത്ര ഇടവകങ്ങൾക്ക് കാണാൻ അവസരം കിട്ടും? മെത്രാനെ കാണണമെന്നുണ്ടെങ്കിൽ ഇടവക വികാരിച്ചിന്റെ കത്ത് വേണം, അവിടെ ചെന്ന് സെക്രട്ടറിയെ കാണണം. എന്തൊക്കെ നൂലാമാലകളാണ്! അന്യമതസ്ഥർക്ക് ഇതൊന്നും എന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കണം. അതിന് നിങ്ങളുടെ സിസ്റ്റങ്ങളെ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂറുകണക്കിന് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം നിങ്ങളുടെ അണ്ടറിൽ തന്നെയല്ലേ. ആ ഓരോ ഇതിനും കീഴിൽ വരുന്ന, അല്ലെങ്കിൽ ആ ദേവാലയത്തിന്റെ കീഴിലുള്ള വിശ്വാസികളുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരേത് തരത്തിലാണ് ജീവിക്കുന്നത്, അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അവരുടെ മക്കൾ നേരിടുന്നുണ്ടോ, അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നിങ്ങൾ അറിയണം. നിങ്ങൾ കുടുംബ നവീകരണ ധ്യാനമൊന്നും അല്ല നടത്തേണ്ടത്. നിങ്ങൾ ആദ്യം കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ ആദ്യം നടത്തേണ്ടത്. അതറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ആ കുടുംബത്തിലെ ആ സ്ത്രീയും ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ 3 ജീവനുകൾ നഷ്ടപ്പെടുമായിരുന്നില്ല. ആ കുടുംബത്തിലുമുണ്ടൊരു വൈദികൻ. പുറത്തു വരുന്ന വോയിസുകളിൽ പറയുന്നത് സത്യമാണെങ്കിൽ ആ സ്ത്രീയുടെയും 2 പെൺമക്കളുടെയും മരണത്തിന്റെ ഉത്തരവാദികളിൽ പ്രധാനപ്പെട്ട ഒരാൾ ആ വൈദികനാണ്. എന്തിനാണ് ആ വസ്ത്രം ഇട്ട് നടക്കുന്നത്? ഊരി വെച്ചിട്ട് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? നിങ്ങൾ ആൾക്കാരെ പോയി നിന്നിട്ട് ക്ഷമയും സഹനവും സ്നേഹവും ഒക്കെ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുമല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ ഇതൊന്നും വേണ്ടേ? ഇതേ ബുദ്ധിമുട്ട്, ഈ സ്ത്രീക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് മറ്റൊരു സമുദായത്തിനായിരുന്നുവെങ്കിൽ ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിച്ചേരാവും. നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന സ്ഥലത്ത് അവർ പ്രവർത്തിക്കും. അത് വേണ്ടതിനായാലും വേണ്ടാത്തതിനായാലും. ശരിക്കും നമുക്ക് നല്ല ഒരു സിസ്റ്റം ഉണ്ട്. അത് സൺഡേ സ്കൂളായാലും ഇടവകയായാലും ഇടവക ജനത്തെ ഇത് ചെയ്യുന്നതിനായാലും എല്ലാത്തിനും പറ്റിയ സിസ്റ്റം ഉണ്ട്. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലുള്ള ആത്മഹത്യകൾ ഇല്ലാതാക്കാൻ സാധിക്കും.